ബിഷപ്പിനെതിരായ കേസിന്റെ വിചാരണകൾ തുടങ്ങുന്നതിന് മുമ്പേ ബിഷപ്പിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് 1 മാസത്തിലധികം ജയിലിൽ അടയ്ക്കുകയും ചെയ്തിരുന്നു. കോടതിയിൽ കേസിന്റെ വാദം നടന്നുവെങ്കിലും തെളിവുകളുടെ അപര്യാപ്തതയിൽ കേസ് തള്ളുകയും ബിഷപ്പ് രക്ഷപ്പെടുകയും ചെയ്തു. തുടർന്ന് കുറവിലങ്ങാട് കന്യാസ്ത്രീ മഠത്തിൽ ഇരയായ സന്യാസിനി അടക്കം പിന്നീട് നേരിട്ടത് പലതരത്തിലുള്ള അവഗണനയും നിന്ദനവും പരിഹാസവും ക്രൂരമായ മാനസിക പീഡനങ്ങളും ഒക്കെയായിരുന്നു. സമരം നടത്തിയ ഈ കന്യാസ്ത്രീകളെ ഒറ്റപ്പെടുത്തുവാനും സമൂഹത്തിൽ കൊള്ളാത്തവരായി ചിത്രീകരിക്കുവാനും മുൻനിരയിൽ ഉണ്ടായത് സന്യാസിനി വേഷം ധരിച്ച കന്യാസ്ത്രീകൾ തന്നെ ആയിരുന്നു എന്നതാണ് വിരോധാഭാസം. കേരളത്തിൽ ക്രിസ്തീയ സഭയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന കന്യാസ്ത്രീ മഠങ്ങൾ പലതും പുരോഹിതന്മാരുടെയും അതുപോലെ തന്നെ സഭാ മേധാവികളുടെയും വിഹാര കേന്ദ്രങ്ങളാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള പല സംഭവങ്ങളും പിന്നെയും പുറത്തു വന്നിരുന്നു. തിരുവല്ലയിൽ ഒരു പുരോഹിതനോട് കുംഭസാരത്തിലൂടെ യുവതി പറഞ്ഞ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അത് പുറത്തു പറയുമെന്ന് ഭീഷണിപ്പെടുത്തി ലൈംഗിക ചൂഷണത്തിന് ശ്രമിച്ചത് പരാതിയായി പുറത്തു വന്നു.